ഹായ്, വെൽക്കം ടു ദിസ് വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്നുള്ളൊരു ഭാഗമാണ്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇതൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്നതിനപ്പുറം ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ്. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾസോ കോൾഡ് കോമൺ സൈസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കോമൺ സൈസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ സെയിൽസ് 100% ആക്കിയിട്ട് എടുത്തിട്ട് ആ സെയിൽസിൻ്റെ ബേസിൽ ബാക്കി എല്ലാ വാല്യൂം പ്രസൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വെർട്ടിക്കൽ അനാലിസിസ്. ഇൻ കേസ് ഇത് ബാലൻസ് ഷീറ്റിൻ്റെ കേസിൽ വരുമ്പോൾ ടോട്ടൽ കറണ്ട് അസറ്റ് പ്ലസ് ഫിക്സ്ഡ് അസറ്റ് ടോട്ടൽ അസറ്റ് 100% ആക്കിയിട്ട് എടുത്തിട്ട് ബാക്കി എല്ലാ എലമെൻസും ഈ അസറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ് വെർട്ടിക്കൽ അല്ലെങ്കിൽ കോമൺ സൈസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ അസറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതലുള്ള വാല്യൂ, അല്ലെങ്കിൽ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ സെയിൽസ് ആയിരിക്കും. അപ്പോൾ ഇതിനെ 100% ആക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ബാക്കി എല്ലാ കോമ്പോണൻറ്റും ബാക്കി എല്ലാ എലമെൻറ്റും ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ള രീതിയിലും കൂടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് വെർട്ടിക്കൽ അല്ലെങ്കിൽ കോമൺ സൈസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയും. ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ പ്രീവിയസ് പീരിയഡിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും കൂടെ പ്രസൻറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 2024 ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രസൻറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2023 2022 കൂടെ എലമെൻ്റ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ബാലൻസ് ഷീറ്റും കൂടെ അതിൻ്റെ കൂടെ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോൾ ഓരോ എലമെൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്, നമ്മളെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, നമ്മൾ അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ ഏത് രീതിയിലാണ് ഇത് ഓവർ പീരിയഡ് ഇത് കൂടുകയാണോ കുറയുകയാണോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ടോട്ടൽ അസറ്റ് കൂടുകയാണോ കുറയുകയാണോ, നമ്മളെ ലയബിലിറ്റീസ്, ലോങ് ടേം ലയബിലിറ്റി, ഇക്വിറ്റി, ഇതുപോലെ ബാലൻസ് ഷീറ്റിലുള്ള ഓരോ എലമെൻറ്റും ഓവർ എ പീരിയഡിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, അത് കൂടുകയാണോ കുറയുകയാണോ അതോ ഇനി ചേഞ്ചസ് ഒന്നും ഇല്ലേ, ഈ ഈ രീതിയിലുള്ള ഒരു അനാലിസിസ് ആണ് ഹൊറിസോണ്ടൽ അനാലിസിസ്. നമുക്ക് വെർട്ടിക്കൽ അല്ലെങ്കിൽ കോമൺ സൈസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈച്ച് ഐറ്റം ഈസ് എക്സ്പ്രസ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് എ ബേസിക് ഫിഗർ. ഇപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ബേസിക് ഫിഗർ പെർസെൻറ്റേജ് ഓഫ് സെയിലായിട്ട് എടുക്കും, പെർസെൻറ്റേജ് സെയിലാണ്. ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ അസറ്റ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ലയബിലിറ്റീസ് ആണ് ഇക്വിറ്റി. ഇത് രണ്ടായാലും സെയിം ആണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് വെർട്ടിക്കൽ അല്ലെങ്കിൽ കോമൺ സൈസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഈസി ക്രോസ് കമ്പനി കമ്പാരിസൺ. അതായത് രണ്ട് കമ്പനികളെ നമുക്ക് വളരെ പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിഫറെൻറ്റ് സൈസുള്ള കമ്പനി ആണെങ്കിൽ കൂടെ ഓരോ കമ്പനിയുടെയും കോസ്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണ്, ഓരോ കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ്, ഇതുപോലുള്ള കമ്പാരിസണൊക്കെ ചെയ്യാൻ എന്ത് ചെയ്യും, ഈ വെർട്ടിക്കൽ അല്ലെങ്കിൽ കോമൺ സൈസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. റിമൂവ് സൈസ് എഫക്റ്റ്, ഇപ്പോൾ ഒരു വലിയ കമ്പനിയും ഒരു ചെറിയ കമ്പനിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ എന്ത് ചെയ്യും, ഈ കോമൺ സൈസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടിക്കൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റും സെയിൽസ് എന്നുള്ളത് 1 million ആണ്. ഈ 1 million എന്ന് നമ്മൾ 100% ആക്കിയിട്ട് എടുത്തു. ഇതിൻ്റെ ബേസിൽ ഈ ഓരോ ഫിഗറും ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര പെർസെൻറ്റ്, 60% ആണ്. ഗ്രോസ് പ്രോഫിറ്റ് 40% ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 20% ആണ്. നെറ്റ് ഇൻകം 20%. ഈ സെയിൽസിൻ്റെ ബേസിൽ ഇതിൻ്റെ ഓരോ കോമ്പോണൻറ്റും എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ വെർട്ടിക്കൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ. ഇനി ഇതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അസറ്റ് 100% ആക്കി എടുത്തു. അസറ്റ് 100% ആയിരിക്കുമ്പോൾ ഓൾവേസ് ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റീസും 100% ആയിരിക്കും. അപ്പോൾ ഈ അസറ്റിന് 100% ആക്കി എടുത്തു. ക്യാഷ് എത്ര പെർസെൻറ്റേജ്, അല്ലെങ്കിൽ ഇൻവെൻറ്ററി എത്ര പെർസെൻറ്റേജ്, ഫിക്സഡ് അസറ്റ് എത്ര പെർസെൻറ്റേജ്, തന്നെ ലയബിലിറ്റി എത്ര പ്രൊപ്പോർഷൻ, ഇക്വിറ്റി എത്ര പ്രൊപ്പോർഷൻ. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലുള്ള ഓരോ കോമ്പോണൻറ്റും ഈ അസറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ള രീതിയിൽ ബാലൻസ് ഷീറ്റ് പ്രസൻറ്റ് ചെയ്യുന്നതാണ് വെർട്ടിക്കൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയും. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്താണെന്ന് നോക്കാം.
ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കമ്പയർ ഫൈനാൻഷ്യൽ ഡാറ്റ ഓവർ എ ടൈം. അത് ഇയർ ടു ഇയർ, നോർമലി ഇയർ ടു ഇയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇയറിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ലാസ്റ്റ് വർഷത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 2-3 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തൊക്കെ കൂടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഓരോ ഐറ്റവും ഏത് രീതിയിലാണ് നമുക്ക് ബിഹേവ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ചേഞ്ച് ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യും, ഓരോ കാറ്റഗറി ബൈ കാറ്റഗറി അല്ലെങ്കിൽ ഓരോ ഐറ്റം ബൈ ഐറ്റം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഷോസ് ഗ്രോത്ത്, ഡിക്ലൈൻ ആൻഡ് സ്റ്റെബിലിറ്റി. ഓരോ എലമെൻറ്റും ഗ്രോത്ത് ആണോ ഡിക്ലൈൻ ആണോ അത് സ്റ്റെബിളായിട്ട് നിൽക്കണം എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. വാല്യൂ എക്സ്പ്രസ് ആസ് ആബ്സല്യൂട്ട് ചേഞ്ച് ഓർ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്. ഈ വാല്യൂവിൽ വരുന്ന ചേഞ്ച് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ചേഞ്ച്, അതായത് എത്ര വാല്യൂ ആണ് ചേഞ്ച് ചെയ്തത്, അതായത് എത്ര പെർസെൻറ്റേജ് ആണ് ചേഞ്ച് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കീ അഡ്വാൻറ്റേജ് ഐഡൻറ്റിഫൈ ട്രെൻഡ്സ്. ഓരോ എലമെൻറ്റും ഓരോ കോമ്പോണൻറ്റും ഓരോ എക്സ്പെൻസും ഓരോ ഇൻകം ഓരോ അസറ്റും ഓരോ ലാബിലിറ്റിയും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ ട്രെൻഡ് എന്താണ്, അത് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ അത് ചേഞ്ച് ചെയ്യുന്നില്ല, ഇതുള്ള രീതിയിലൊക്കെ ഈ രീതിയിൽ അനലൈസ് ചെയ്യാൻ ഹൊറിസോണ്ടൽ ട്രെൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. ഹൈലൈറ്റ്സ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫ് റിസ്ക്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് കോമ്പോണൻറ്റിലേക്കൊക്കെ വരുമ്പോൾ നമുക്കിത് റിസ്ക് എത്രത്തോളം ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഡെപ്റ്റ്, ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് എലമെൻ്റ് ആണ് ബാലൻസ് ഷീറ്റിൽ. ഇത് എത്രത്തോളം ഉണ്ട്, അത് ഓവർ എ പീരിയഡ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ റിസ്ക് എലമെൻറ്റ് കൂടുതലാണോ അതോ കുറയാണോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അനലൈസ് ചെയ്യാൻ പറ്റും. വെരി യൂസ്ഫുൾ ഫോർ ഫോർകാസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു 5 വർഷത്തെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഒരുമിച്ച് വെച്ച് നമ്മൾ ഓരോ ഡാറ്റയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മളൊരു മൂവ്മെൻറ്റ് ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ നെക്സ്റ്റ് പീരീഡിലേക്കുള്ള നമ്മളെ ബാലൻസ് ഷീറ്റ് ആയിക്കോട്ടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആയിക്കോട്ടെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇതൊരു ഹൊറിസോണ്ടൽ ബാലൻസ് ഷീറ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിലെ എലമെൻ്റ് ഓരോ ഐറ്റവും 2023-ലെയും 2024-ലെയും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. 2024 ആയിരിക്കും ബേസ് ഇയർ. അപ്പോൾ ഇതിൻ്റെ കൂടെ 2023-ലെ ഡാറ്റയും കൂടെ പ്രസൻറ്റ് ചെയ്തതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ ഓരോ ചേഞ്ചസും ഓരോ എലമെൻറ്റിലും എന്താണ് വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാനും ഈ ഒരു ഹൊറിസോണ്ടൽ ബാലൻസ് ഷീറ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് ഐറ്റം ബൈ ഐറ്റം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ചേഞ്ച് ആയിട്ടുണ്ട്, കൂടി. അക്കൗണ്ട് റിസീവബിൾ കൂടിയിട്ടുണ്ട്, ഇൻവെൻട്രി കൂടിയിട്ടുണ്ട്, ടോട്ടൽ കറണ്ട് അസറ്റ് അതുപോലെ തന്നെ കൂടിയിട്ടുണ്ട്, പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, ഇൻടാൻജിബിൾ അസറ്റ് 0 ആയിരുന്നു, ഇപ്പോൾ 20,000 അപ്പോൾ കൂടിയിട്ടുണ്ട്, ടോട്ടൽ നോൺ കറണ്ട് അസറ്റ്സുകൾ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് പേയബിൾ ഇൻക്രീസ് ആയി, ഷോർട്ട് ടേം ഡെപ്റ്റ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇൻക്രീസ് ആയി, ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ആയിട്ടുണ്ട്, ലോങ് ടേം ഡെപ്റ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, ടോട്ടൽ ലയബിലിറ്റീസ് ഇൻക്രീസ് ആയിട്ടുണ്ട്, റീറ്റെയിൻഡ് ഏർണിങ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്, ടോട്ടൽ ഇക്വിറ്റി ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ ഐറ്റവും, ഇതിപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ എക്സാമ്പിളാണ്, ഓരോ ഐറ്റവും നമുക്ക് എന്ത് ചെയ്യും, ഓവർ എ പീരിയഡ് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അതിനെന്താണ് ചേഞ്ചസ് വന്നിട്ടുള്ളത്, എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട്, അതിന് എത്ര പെർസെൻറ്റേജ് ആണ് ചേഞ്ച് വന്നിട്ടുള്ളത്, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ് ഹൊറിസോണ്ടൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതൊരു ഹൊറിസോണ്ടൽ ബാലൻസ് ഷീറ്റിൻ്റെ എക്സാമ്പിളാണ്. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ് ഇപ്പം ഇതിപ്പോൾ 2023-ലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എലമെൻറ്റ് ഓരോ ഐറ്റവും എത്രയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2024-ലെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഇതിൽ വരുന്ന ചേഞ്ചസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, സെയിൽസ് എത്ര ചേഞ്ച് ആയിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, GP എത്ര ചേഞ്ച് ആയിട്ടുണ്ട്, സെല്ലിംഗ് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഓപ്പറേറ്റീവ് ഇൻകം, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് നമുക്ക് കുറഞ്ഞിട്ടില്ല, അപ്പം മൈനസ് ആയിട്ട് വന്നു. അതർ ഇൻകം ബിഫോർ ടാക്സ്, ഇൻകം ടാക്സ് എത്ര ചേഞ്ച് വന്നിട്ടുണ്ട്, നെറ്റ് ഇൻകം എത്ര ചേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓരോ ഐറ്റവും
നമ്മൾ ഓവർ എ പീരിയഡ് ഇത് എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ട്, അതിൻ്റെ ചേഞ്ച് പോസിറ്റീവാണ് നെഗറ്റീവാണ് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ചേഞ്ചിൻ്റെ ഫിഗറായിട്ടും പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, ചേഞ്ചിൻ്റെ പേഴ്സൻറ്റേജ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഹൊറിസോണ്ടൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇതിൽ അനലൈസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ 2025 നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ ഈ ഒരു ഡാറ്റ ഹെൽപ്പ് ചെയ്യും. നെറ്റ് സെയിൽസ് നമ്മൾ സെയിൽസ് കൂടി വരികയാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് 2025 എന്ത് ചെയ്യും സെയിൽസ് ഒബ്വിയസ്ലി കൂടാവും എന്നുള്ളൊരു അസംഷൻ നമുക്ക് ഇതിൽ നിന്ന് വെക്കാൻ പറ്റും. നമുക്ക് ബാക്കി അതിൻ്റെ കോമ്പോണൻ്റ് എലമെൻറ്റ് കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും എങ്കിൽ കൂടെ നമുക്കൊരു ഫസ്റ്റ് ഫോർകാസ്റ്റ് എന്ത് ചെയ്യും ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കൂടുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 11% നമ്മൾ സെയിൽ കൂടിയിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 11% കൂടിയിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യും ഈ ഒരു അനലൈസിലൂടെ നമുക്കിപ്പോൾ അടുത്ത പീരീഡിലേക്കുള്ള ഒരു ഫോർകാസ്റ്റ് പ്രസൻറ്റ് ചെയ്യാനും കൂടെ എന്ത് ചെയ്യും ഈ ഹൊറിസോണ്ടൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ CMA USAയിൽ നമ്മളെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമുക്ക് 100 ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കൂടെ ഈ ലെസൻ്റെ കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ വെർട്ടിക്കൽ അനാലിസിസ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഐറ്റം ഈസ് യൂഷ്വലി ടേക്കൺ ആസ് ബേസ് ദാറ്റ് മീൻ 100%. നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് ഐറ്റമാണ് നോർമലി ബേസ് ഐറ്റമായിട്ട് അല്ലെങ്കിൽ 100% ആക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചോദ്യം. കൊടുത്തുള്ള നെറ്റ് ഇൻകം, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് സെയിൽസ്, ടോട്ടൽ അസറ്റ്. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെറ്റ് സെയിൽസ് ആണ് എന്ത് ചെയ്യുക നമ്മൾ 100% ആക്കിയിട്ട് നമ്മൾ എടുക്കുക, കൺസിഡർ ചെയ്യുക. ആൻസർ സി ആണ്, നെറ്റ് സെയിൽസ്. ആൻഡ് എക്സ്പ്ലനേഷൻ, ഇൻ വെർട്ടിക്കൽ അനാലിസിസ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് all item expressed as percentage of net sales. നമ്മൾ വെർട്ടിക്കൽ അനാലിസിസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ ഐറ്റവും സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ സെയിൽസ് ആണ് നമ്മൾ ബേസ് ആയിട്ട് അല്ലെങ്കിൽ 100% ആക്കിയിട്ട് എടുക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് അക്കൗണ്ട് റിസീവബിൾ ഇൻക്രീസ്ഡ് ഫ്രം 120 in 2023 to 140 in 2024, what is the percentage change? ഒരു അക്കൗണ്ട് റിസീവബിൾ 2024 120,000 ആയിരുന്നു, 2024 അത് 140,000 ആയി. അപ്പോൾ എത്ര പെർസെൻറ്റേജാണ് അതിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. ഇതിൻ്റെ ആൻസർ ബി ആണ്, 16.7%. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മളെ ടോട്ടൽ വന്നിട്ടുള്ള ചേഞ്ച് ഇപ്പോൾ 140 മൈനസ് 120, ഇപ്പോൾ 20,000 ആണ് അതിൽ വന്നിട്ടുള്ള ചേഞ്ച്. ഈ ചേഞ്ച് നമ്മൾ ബേസ് ഇയർ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ബേസ് ഇയർ ആയിട്ടാണ് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ 2023 കമ്പയർ ചെയ്യുമ്പോൾ 2023 to 2024 കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബേസ് ഇയർ ആയിട്ട് 2023 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം 20,000 ഡിവൈഡഡ് ബൈ 120,000 അത് 16.7% ചേഞ്ചസ് ആണ് ഇത് വന്നിട്ടുള്ളത്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് യൂസ് ഓഫ് എ വെർട്ടിക്കൽ അനാലിസിസ്? അതിലൊന്ന് ഇവാലുവേറ്റിംഗ് ഇയർ ടു ഇയർ ട്രെൻഡ് ഇൻ പെർഫോമൻസ്, കമ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അക്രോസ് കമ്പനീസ് ഓഫ് ഡിഫറെൻറ്റ് സൈസ്, ഐഡൻറ്റിഫൈങ് ക്യാഷ് ഫ്ലോ മാക്സ്മെൻറ്റ് ഓവർ ടൈം, മെഷറിംഗ് എഫിഷ്യൻസി ഓഫ് ഫിക്സഡ് അസറ്റ് യൂട്ടിലൈസേഷൻ. ആദ്യം നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ നോക്കുക.
അപ്പോൾ ഇത് ഈസിയാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. വെർട്ടിക്കൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് കമ്പനി സൈസിലുള്ള കമ്പനിയുടെ പെർഫോമൻസ് ക്രോസ് ചെക്ക് ചെയ്യാനും മെഷർ ചെയ്യാനും അനലൈസ് ചെയ്യാനും കമ്പയർ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്തത്. കാരണം നമ്മൾ ഓവർ വാല്യൂ എന്നതിനപ്പുറം നമ്മൾ എന്ത് ചെയ്യും, എല്ലാ വാല്യൂവും ഒരു ബേസ് ഫിഗറിൻ്റെ, ഇപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ സെയിൽസിൻ്റെ, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലാണെങ്കിൽ ടോട്ടൽ അസറ്റിൻ്റെ ഒരു പ്രൊപ്പോർഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഏത് സൈസിലുള്ള കമ്പനീസിനെയും തമ്മിൽ, ഇപ്പോൾ ഒരു ചെറിയ കമ്പനിയും ഒരു വലിയ കമ്പനിയും തമ്മിലൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഈസി ആയിട്ട് പെർഫോമൻസ് മെഷർ ചെയ്യാനും കമ്പയർ ചെയ്യാനും പറ്റും. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്, വെർട്ടിക്കൽ അനാലിസിസ് എലിമിനേറ്റ് സൈസ് ഡിഫറൻസസ് ബൈ കൺവേർട്ടിംഗ് ഡാറ്റ ഇൻറ്റു പെർസെൻറ്റേജ്, മേക്കിംഗ് ക്രോസ് കമ്പനി കമ്പാരിസൺ ഈസിയർ. അതായത് കമ്പനിയുടെ സൈസിന് എന്ത് ചെയ്യും, സൈസ് ഡിഫറൻറ്റ് എന്ത് ചെയ്യും, അത് എലിമിനേറ്റ് ചെയ്യും. കാരണം അത് പെർസെൻറ്റേജ് ആയിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ക്രോസ് കമ്പനി കമ്പാരിസണ് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, XYZ ലിമിറ്റഡ് സെയിൽസ് ഇൻക്രീസ്ഡ് ബൈ 11%, while net income increased by 19%. From horizontal analysis perspective, this suggests decline in profitability, stable profitability, improved profitability, no significant change. അപ്പോൾ നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഇപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ഇംപ്രൂവ്ഡ് പ്രോഫിറ്റബിലിറ്റിയാണ്. കാരണം നമ്മൾ സെയിൽസ് ആകെ 11% മാത്രമേ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. സെയിൽസ് 11% ഇൻക്രീസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ നെറ്റ് ഇൻകം 90% ഇൻക്രീസ് ആയി. അതായത് നമ്മളവിടെ പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കോസ്റ്റ് നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെന്ത് ചെയ്യും, പ്രോഫിറ്റബിലിറ്റി നന്നായിട്ട് അതായത് പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മൾ കോസ്റ്റ് നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന് മനസ്സിലാക്കുക. ഇപ്പോൾ നെറ്റ് ഇൻകം ഗ്രോവർ ഫാസ്റ്റർ ദാൻ സെയിൽസ് ഇൻഡിക്കേറ്റ് ബെറ്റർ മാർജിൻ ആൻഡ് എഫിഷ്യൻസി. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽസ് അനാലിസിസ്? Both the analysis express figure as a percentage of net sales. Horizontal analysis focus on trend over time. Vertical analysis focus on relative proportion in a single period. Both the analysis eliminate the need for ratio analysis. Horizontal analysis is only applicable to income statement. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ട്രൂ ആണെന്നാണ് ചോദിക്കുന്നത്. ഇത് ആൻസർ വി ആണ്. ഹൊറിസോണ്ടൽ അനാലിസിസ് ഫോക്കസ് ഓൺ ട്രെൻഡ് ഓവർ ടൈം. വെർട്ടിക്കൽ അനാലിസിസ് ഫോക്കസ് ഓൺ റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഇൻ സിംഗിൾ പീരിയഡ്. ഹൊറിസോണ്ടൽ അനാലിസിസ് ആകുമ്പോൾ ഓരോ പീരിയഡിലുള്ള ട്രെൻഡാണത് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ വെർട്ടിക്കൽ അനാലിസിസ് ആകുമ്പോൾ റിലേറ്റീവ് പ്രൊപ്പോർഷൻ, ഒരു സിംഗിൾ പീരിയഡിലെ റിലേറ്റീവ് പ്രൊപ്പോർഷനാണ് അത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൊറിസോണ്ടൽ അനാലിസിസും വെർട്ടിക്കൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്നുള്ള ഭാഗമാണ്. ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അത് കൂടുതൽ ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.